നമസ്കാരം. ഗണപതിയുടെ അഷ്ടാക്ഷര മന്ത്രം ഗം ഗണപതയേ നമ. 8 അക്ഷരമാണുള്ളത്. ഈ മന്ത്രം സാധാരണ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുക ഗണപതിയുടെ അഥർവ ശീർഷ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിലാണ് ഈ മന്ത്രം നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. അഥർവവേദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപനിഷത്താണ് ഈ അഥർവവേദ ഉപനിഷത്ത്. അതിൽ ആ ഉപനിഷത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഗണപതിയാണെന്നുള്ളതാണ്. യേശുദാസ് മനോഹരമായിട്ട് അത് പാരായണം ചെയ്തിട്ടുണ്ട്. ത്വം വാങ്മയം ത്വം ചിന്മയം, അങ്ങനെ പോവാണ്. അതിലാണ് ആദ്യമായിട്ട് ഈ മന്ത്രം കാണപ്പെടുന്നത്. ഇത് പറയാൻ കാരണം കുറച്ചൊക്കെ നമ്മളൊരു മന്ത്രത്തെപ്പറ്റി അറിയുമ്പോൾ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഹിന്ദുക്കളാവുമ്പോൾ നമുക്കിപ്പോൾ ഈ ഇടയായിട്ട് നമുക്ക് ഈ പഠനം വളരെ കുറവാണ്. നമ്മളെല്ലാവരും ഇൻസ്റ്റഡ് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടും എന്ന മട്ടിലാണ് നമ്മളുടെ കാര്യങ്ങൾ. അത് മാറണം. കാരണം ഞാനിത് പറയാൻ കാരണം ഒരു സന്ദർഭവശാൽ പറയുകയാണ്. കേരളത്തിൽ മാത്രമേ ഈ ഒരു പ്രതിഭാസമുള്ളൂ. ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ വായന വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പല പ്രസാധകന്മാരും വലിയ നഷ്ടത്തിലാണ്. അവർ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും കുറച്ചെങ്കിലുമൊക്കെ ഈ പുസ്തകങ്ങൾ പുറത്തിറക്കുന്നത്. ആരും മേടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട്, നിങ്ങൾ വായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ധർമ്മത്തെ നമ്മൾ സഹായിക്കണം. ഇപ്പോൾ മറ്റ് മതസ്ഥന്മാരൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയാലോ മുസ്ലിംസ് ആയാലോ അവരൊക്കെ അവരുടെ പള്ളികൾക്കോ അവരുടെ സ്ഥാപനങ്ങൾക്കോ ഒക്കെ അവരുടെ മതം വളരാൻ വേണ്ടിയിട്ട് ചില സഹായമൊക്കെ ചെയ്യും. അവരുടെ ഒരു സമ്പത്തിൻ്റെ ഒരു ഭാഗം അവരതിനു വേണ്ടി മാറ്റിവെക്കും. നമ്മൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുസ്തകങ്ങൾ വാങ്ങുക. അതുപോലെ ചില വളരെ പാവപ്പെട്ടവർ ചില കുടിൽ വ്യവസായം, കർപ്പൂരം, ചന്ദനത്തിരി ഇതൊക്കെ നടത്തുന്നവരുണ്ട്. ഭസ്മം ഉണ്ടാക്കുക. ആവശ്യമില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ അത് മേടിച്ച് അവരെ ഒന്ന് സഹായിക്കുക. ഇതെല്ലാം നിലനിൽക്കാൻ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ അഥർവ ഉപനിഷത്തിൽ വരുന്ന ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എല്ലാ വിഘ്നങ്ങളെയും ഇത് മാറ്റും എന്നാണ്. ഗണപതിയുടെ മൂലമന്ത്രം ആയിട്ടാണിത് കരുതപ്പെടുന്നത്. 2 മന്ത്രമാണ് പ്രധാനം. ഗം നമ, ഗം ഗണപതയേ നമ. ഇവിടെ ഗം നമ എന്നത് മൂലസ്വരൂപനായ ഗണപതിയുടെ ആ മന്ത്രമാണ്. അതായത് ഇപ്പോൾ ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ശിവൻ്റെയും പാർവതിയുടെയും വിവാഹത്തിന് പോലും ഗണപതിയെ സ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഗണപതി. അതുപോലെ യുദ്ധത്തിന് പോകുമ്പോൾ ആ ത്രിപുരാസുരന്മാരെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ പോകുമ്പോൾ ഗണപതിയെ സ്മരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കുഴപ്പം പിന്നീട് ഭഗവാൻ ഗണപതിയെ സ്മരിച്ച് പൂജിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ അനുഭവം, ഇതൊക്കെ പുരാണങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് കാര്യത്തിനും ഏത് പ്രവർത്തിക്കും ആദ്യം സ്മരിക്കേണ്ട മൂലസ്വരൂപത്തിലുള്ള ഗണപതിയുടെ മന്ത്രമാണ് ഗം. അത് ഈ മന്ത്രത്തിലുണ്ട്, ഈ അഷ്ടാക്ഷരത്തിലുണ്ട്. പക്ഷെ ഗണപതയെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രാധാന്യം പാർവതീപുത്രനായ ഗണപതിക്കാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം. ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. ആ മൂലസ്വരൂപനായിട്ടുള്ള ആ ഗണപതി ഗം എന്നുള്ള മന്ത്രം, ഓം ഗം നമ എന്ന മന്ത്രത്തിൽ ഒതുങ്ങുമ്പോൾ ഗം ഗണപതയെ നമ എന്നത് പാർവതീപുത്രനായ ആ ശിവൻ്റെ മടിയിലിരിക്കുന്ന ശിവാംഗസ്ഥിതനായിട്ടുള്ള ഗണപതി, ആ കൈലാസിൽ ഓടി നടക്കുന്ന ഗണപതി, കുസൃതിയായിട്ടുള്ള ഗണപതി, ആ ഗണപതിയാണ് ഈ ഗം ഗണപതയെ നമ എന്ന മന്ത്രം കൊണ്ട് വ്യവച്ഛരിക്കുന്നത്. മറ്റൊന്ന് 28 അക്ഷരങ്ങളെ കൊണ്ട് പ്രതിപാദിക്കുന്ന മഹാഗണപതി. അത് ആ ലളിതാദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നും ആവിർഭവിച്ച ആ കാമേശ്വരൻ്റെ നോട്ടത്തിൽ നിന്നും ആ ദൃഷ്ടിയിൽ നിന്നും കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന ആ ഗണപതി, അത് ഗണപതിയുടെ ഒരു അവതാരമാണ്. ഈ പാർവതീപുത്രനായ ഗണപതിയുടെ ഒരു അവതാരമാണ്. 10 കൈയോടുകൂടി
ആ ശക്തിസ്വരൂപനായിട്ട് ദേവിയോട് കൂടി യുദ്ധരംഗത്ത് ആവിർഭവിക്കുന്ന ഗണപതി. അതാണ് 28 അക്ഷരങ്ങളുള്ള ആ മഹാഗണപതി. അപ്പോൾ ഗം ഗണപതയെ നമ എന്ന മന്ത്രം ആ പാർവതീപുത്രനായിട്ടുള്ള ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ്. അത് എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കും, എല്ലാ വിദ്യയും പ്രദാനം ചെയ്യും. എല്ലാ വിദ്യയും വിദ്യാവിജയത്തിനുമൊക്കെ ഇത് വളരെ വിശേഷമാണ്. കാരണം വളരെ കൂർമ്മബുദ്ധിയും ബുദ്ധിമാനുമാണ് ഗണപതി. അതുപോലെ നിങ്ങൾ ഈ മന്ത്രത്തിലൊരു പ്രത്യേകതയുണ്ട്. ഈ ഗം ഗണപതയെ നമ എന്നുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കുറയും. പരീക്ഷിച്ചു നോക്കിക്കോളൂ. വളരെയധികം ദേഷ്യം ഉള്ള സ്വഭാവമുള്ളവർ ഒരു 108 ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ. ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു വരണത് കാണാം. ഗണപതി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ല, അത് ഗണപതിയുടെ സ്വഭാവമാണ്. ആ പരശുരാമൻ തൻ്റെ മഴുകൊണ്ട് ആ കൊമ്പ് ഒടിക്കുന്ന സമയത്ത് പോലും ഗണപതി ദേഷ്യപ്പെടുന്നില്ല. ഗണപതി ശാന്തനായിട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ അങ്ങോട്ട് കടത്തി വിടരുത് എന്ന ആ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ആജ്ഞ അവിടെ പാലിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഗണപതി ക്ഷമാവാനാണ്, വളരെ ക്ഷമയുള്ള, ഇത്രയും ക്ഷമയുള്ള ഒരു ഈശ്വര സങ്കല്പം ഇല്ല. അത്ര ക്ഷമയുള്ള ആളാണ് ഗണപതി. അപ്പോൾ ഗണപതയെ നമ എന്നുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കുറച്ച് കുറയും. അതേപോലെ തന്നെയാണ് ഈ ചിത്തഭ്രമങ്ങൾ, എന്തെങ്കിലും മാനസിക വൈഷമ്യങ്ങൾ, ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, ചിത്തഭ്രമങ്ങൾ, ഇങ്ങനെയുള്ളതിനും ഈ മന്ത്രം വളരെ വിശേഷമാണ്. നമ്മൾ വിചാരിക്കുക ഇപ്പോൾ ഗണപതി പ്രധാനമായിട്ട് വിഘ്ന നിവാരകനാണ്, അതേപോലെ ഐശ്വര്യപ്രദായകനാണ്, വിദ്യാപ്രദായകനാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഗണപതി ഈ മനസ്സിൻ്റെ ആരോഗ്യ വിഷയത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ദേവനാണ്. അതുപോലെ യോഗശാസ്ത്രമനുസരിച്ചുള്ള വലിയ പ്രാധാന്യവും ഗണപതിക്കുണ്ട്. അപ്പോൾ ഗണപതിയുടെ മുഖം നമ്മുടെ ശിരസ്സിന് പുറകിലായിട്ട് സങ്കല്പിച്ചാൽ നമ്മുടെ ഈ ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എന്നുള്ള ഗണപതിയുടെ ആ മസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളും, ആ തുമ്പിക്കൈ നമ്മുടെ നട്ടെല്ലായിട്ടും ആ തുമ്പിക്കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് ആ മൂലാധാരത്തിലെത്തി ആ കുണ്ടലിനി ശക്തിയുമായി ബന്ധപ്പെട്ട രീതിയിലും, അതാണ് യോഗ ഗണപതി. ശരിക്കും ഗണപതിയെ നമ്മുടെ ശിരസ്സിൽ ഗണപതി പുറകോട്ട് തിരിഞ്ഞ് സങ്കല്പിച്ചാൽ ഈ സങ്കല്പമാണ് വരിക. അതുകൊണ്ടാണ് ഈ മനസ്സിൻ്റെ ധൈര്യത്തിനും ഈ ചിത്തഭ്രമത്തിനുമെല്ലാം ഗണപതിയുടെ ഭജനം വളരെ വിശേഷമാണ്. ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ ഈ മനോവൈകല്യങ്ങൾ വരുമ്പോൾ മൂഷിക സഹിത വിനായക പ്രതിമയിൽ ആവാഹിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചാർത്ത് ചെയ്ത് കൊടുക്കും. എന്തുകൊണ്ടത്? ഗണപതിയാണ് മനസ്സിൻ്റെ ആധിപത്യം, ബ്രെയിനിൻ്റെ, ബുദ്ധിയുടെ ആധിപത്യം. സിദ്ധിബുദ്ധിപ്രദായകനാണ്. സിദ്ധിയും ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, ഇപ്പോൾ ബുദ്ധി കുറഞ്ഞ കുട്ടികളൊക്കെ ഇപ്പോൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്, ഓരോരോ കാരണങ്ങളെ കൊണ്ട്. അവരെ കൊണ്ടൊക്കെ വളരെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ഈ ഗം ഗണപതയെ എന്നുള്ള ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഈ മന്ത്രത്തെപ്പറ്റി വളരെ ആധികാരികമായിട്ട് പഠിച്ചുള്ള ജോൺ വുഡ്രോഫ് എന്നുള്ളൊരു പാശ്ചാത്യനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, എല്ലാവർക്കും അറിയാം ജോൺ വുഡ്രോഫ്. അദ്ദേഹമാണ് മന്ത്രങ്ങളെപ്പറ്റി ധാരാളം പഠിച്ചിട്ടുള്ളത്. ഒരിക്കൽ അടുത്തൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ പറ്റി പറയാം. ഈ ജോൺ വുഡ്രോഫ് പറയുന്നുണ്ട്, ഈ ഗം എന്ന മന്ത്രം, ആ ശബ്ദം നമ്മുടെ തലച്ചോറിൻ്റെ ആ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായമാണെന്ന്. വീണ്ടും അത് ഉണ്ടായി വരും. അങ്ങനെ അദ്ദേഹം ഒരുപാട് റിസർച്ച് നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി ഈ ഗം ഗണപതയെ നമ എന്നുള്ള മന്ത്രം നമുക്ക് ഉപയോഗിക്കാം. മഹാഗണപതി സിദ്ധിബുദ്ധിപ്രദായകനാണ്, ലക്ഷ്മി സരസ്വതി പ്രദായകനാണ്. ആ കുംഭോദരത്തിൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വച്ചിരിക്കുന്ന ആളാണ്. വലിയ കുസൃതിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആ ഗണേശ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഹാഗണപതി മന്ത്രം നിത്യവും ജപിക്കുക. അത് വിഘ്ന നിവാരണത്തിനും സിദ്ധിക്കും ബുദ്ധിക്കും ഐശ്വര്യത്തിനും നമ്മുടെ മനഃശക്തിക്കും വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ മന്ത്രം എല്ലാവിധ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രമാണ്. അത് ഭക്തിയോടുകൂടി ശ്രദ്ധാഭക്തി സമന്വിതം ജപിക്കുക. നമസ്കാരം.